ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സ്വന്തം കാര്യം കാണാൻ ആരുടെയും കാല് പിടിക്കുന്ന, കാര്യം കണ്ടു കഴിഞ്ഞാൽ കാല് വാരുകയും ചെയ്യുന്ന ഒരു ലോകത്ത് തന്റെ ശിഷ്യന്മാരുടെ പോലും കാല് പിടിച്ച് അവരെ കാല് കഴുകുന്ന ഒരു സംസ്കാരത്തിന്റെ ആരംഭം കുറിക്കുന്ന ദിവസത്തിന്റെ ഓർമ്മയാണ് പെസഹ. ഈശോ തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കേണ്ടത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന തന്റെ ഒറ്റപ്പെടലിലും തന്റെ ഏകാന്ത നിമിഷങ്ങളിലും സഹനങ്ങളിലും ഒക്കെ കൂടുതൽ നിൽക്കാതെ ഓടിമാറി പോകുന്ന ശിഷ്യന്മാരുടെയും തള്ളിപ്പറയുന്നവന്റെയും ഒറ്റുകൊടുക്കുന്നവന്റെയും കാല് കഴുകുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എനിക്ക് നിന്നോട് പരാതിയില്ല, പരിഭവമില്ല എന്ന് പറയുന്ന വാക്കുകളുടെ ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ പലപ്പോഴും നമുക്കിഷ്ടം കൂടെ നിൽക്കുന്നവരുടെയും തൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്താനാണ് ഇഷ്ടം. പക്ഷേ തന്നെ ഉറ്റുകൊടുക്കുന്നവരെയും തള്ളിപ്പറയുന്നവരെയും ചേർത്ത് നിർത്തി പരാതിയില്ല എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തൽ വാസ്തവത്തിൽ അതായിരിക്കട്ടെ നമ്മുടെ പെസഹവ്യാഴത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇനിയും പെസഹവ്യാഴം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അപ്പമായി മാറുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. ബെത്ലഹേം എന്ന് പറയുന്ന അപ്പത്തിന്റെ നാട്ടിലേക്ക്, അപ്പക്കുട്ടയിലേക്ക്, കന്നുകാലികളുടെ അപ്പത്തൊട്ടിലായ തൊഴുത്തിലേക്ക് വന്നു കയറുന്ന, ജനിച്ചു വീഴുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഓർമ്മപ്പെടുത്തല് 5 അപ്പം 5000 പേർക്കും 7 അപ്പം 4000 പേർക്കും ഒക്കെ വിഭജിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിനോട് പറയുന്ന പിശാചിന്റെ വാക്കുകളുണ്ട്. ഈ കല്ലുകളോട് അപ്പമുണ്ടാക്കി തിന്നുക എന്ന് പറയുന്നവനോട് ഈശോ പറയുന്നത്, ഞാൻ അപ്പമുണ്ടാക്കി തിന്നാൻ വന്നവനല്ല, അപ്പമായി തീരാൻ വന്നവനാണ്. അതുകൊണ്ടാണ് കന്നുകാലി തൊഴുത്തിലെ കന്നുകാലിക്ക് പോലും ഭക്ഷണയോഗ്യമായ അവൻ്റെ അപ്പത്തൊട്ടിലേക്ക് വന്നു വീഴുന്ന ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമൂഹത്തിൽ മാറ്റി നിർത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, നികൃഷ്ടമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നവർക്ക് പോലും അപ്പമായി മാറുന്ന, സമീപസ്ഥനായി മാറുന്ന ക്രിസ്തുവിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പെസഹവ്യാഴത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. തിരിച്ചറിയുക, എന്നെ പരിഹസിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അവരെ കാല് കഴുകാനും അവരോട് ചേർന്ന് നിൽക്കാനും ഞാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ പെസഹവ്യാഴം എനിക്ക് അനുഗ്രഹമായി മാറുന്നതിന് പകരം അത് സാക്ഷ്യമായി മാറുന്നു എന്ന ഉൾക്കാഴ്ച ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.